ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ഹാർട്ട്, ഹൃദയമാണ്. പല എക്സാമിനും ചോദിക്കുന്ന ടോപ്പിക്കാണ് ഹാർട്ട്. അപ്പോൾ നമുക്കത് ഫുള്ളായി പഠിക്കാം. ഹൃദയത്തെയും ഹൃദയരോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കാർഡിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ കാർഡിയോളജി പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കാർഡിയോളജി. സാധാരണ ഒരു കൈമുഷ്ടിയുടെ വലിപ്പമാണ് ഹൃദയത്തിനുണ്ടാകുന്നത്. ഒരു വ്യക്തിയുടെ കൈമുഷ്ടിയുടെ വലിപ്പമാണ് ഹൃദയത്തിന്റെ വലിപ്പം. അതുപോലെ ഹൃദയത്തിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 250 മുതൽ 300 ഗ്രാം വരെയാണ്. അപ്പോൾ ഹൃദയത്തിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 250 മുതൽ 300 ഗ്രാം വരെയാണ്. ഇനി എന്താണ് ഹൃദയത്തിന്റെ ഫംഗ്ഷൻ? ഹൃദയത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലേക്ക് ഫുള്ളായിട്ട് രക്തം പമ്പ് ചെയ്ത് രക്തത്തെ എത്തിക്കുക എന്നതാണ് ഹൃദയത്തിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ഹൃദയത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ഹൃദയത്തിന്റെ ഫംഗ്ഷൻ രക്തം എല്ലാവിടേക്കും പമ്പ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിന്റെ ഫംഗ്ഷൻ. മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. പരിണാമം സംഭവിക്കുന്ന സമയത്ത് ഉയർന്ന ക്ലാസ്സുകളിലുള്ള അനിമൽസിനെല്ലാം 4 അറകളാണ് ഉള്ളത്. അതായത് നമ്മുടെ പക്ഷികൾ, അതുപോലെ തന്നെ സസ്തനികൾ, മനുഷ്യന്മാർക്ക്, ഇവയ്ക്കെല്ലാം 4 അറകളാണുള്ളത്. അതേസമയം ഉരകങ്ങൾ, ഉഭയജീവികൾ, അവയ്ക്കെല്ലാം 3 അറകളാണ് ഉള്ളത്. ഓക്കെ, ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? പല്ലി, ഉരകങ്ങൾ, ഉഭയജീവികൾ, അവയ്ക്ക് ഹൃദയത്തിന് 3 അറകളേ ഉള്ളൂ. പക്ഷെ മുതലയ്ക്ക് മാത്രം 4 അറകളാണ് ഹൃദയത്തിന് ഉള്ളത്. പിന്നെ മത്സ്യങ്ങൾക്ക് 2 അറകളാണ് ഉള്ളത്. മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണെന്ന് പറഞ്ഞു. അപ്പോൾ മുകളിലുള്ള 2 അറകളുടെ പറയുന്ന പേരാണ് ഏട്രിയം. താഴെയുള്ള 2 അറകളെ പറയുന്ന പേരാണ് വെൻട്രിക്കിൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഏട്രിയം? ഏട്രിയം പറഞ്ഞാൽ ഹൃദയത്തിലെ 4 അറകളിൽ 2 അറകൾ, മുകളിലുള്ള അറകളുടെ പറയുന്ന പേരാണ് ഏട്രിയം. അതുപോലെ താഴെയുള്ള അറകളെ പറയുന്ന പേരാണ് വെൻട്രിക്കിൾ. അപ്പോൾ ഈ ഏട്രിയം വെൻട്രിക്കിളും എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുക? വലത്തെ ഏട്രിയം, വലത്തെ വെൻട്രിക്കിൾ, ഇടത്തെ ഏട്രിയം, ഇടത്തെ വെൻട്രിക്കിൾ, അങ്ങനെ 4 അറകളാണ് ഹൃദയത്തിനുള്ളത്. ഇനി ഹൃദയത്തിന്റെ മുകളിലെ അറയാണ് ഏട്രിയം എന്ന് പറഞ്ഞു, ഞാൻ താഴത്തെ അറയാണ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞു. പിന്നെ ഹൃദയത്തിന്റെ കട്ടി കൂടിയ അറ എന്ന് പറയുന്നത് ഇടയത്ത് ഭാഗത്തെ വെൻട്രിക്കിളാണ്. കാരണം അവിടെ നിന്നാണ് ഹൃദയം പമ്പ് ചെയ്ത് രക്തത്തിനെ എല്ലാവിടേക്കും എത്തിക്കുന്നത്. പിന്നെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ 72 തവണയാണ്. എത്രയാണ്? 72 തവണയാണ്. അതേസമയം ഗർഭസ്ഥ ശിശുവിൻ്റേത് 1 മിനിറ്റിൽ 200 തവണയാണ്. ഭ്രൂണാവസ്ഥ 28 ദിവസം ആകുമ്പോൾ തന്നെ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും. എത്ര ദിവസം കഴിഞ്ഞാൽ സ്പന്ദിക്കാൻ തുടങ്ങും? 28 ദിവസം കഴിഞ്ഞാൽ തന്നെ ഭ്രൂണം സ്പന്ദിക്കാൻ തുടങ്ങും. ഭ്രൂണത്തിലെ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും. അപ്പോൾ പ്രായപൂർത്തിയായ വ്യക്തികളുടെ ഹൃദയമെടുപ്പ് മിനിറ്റിൽ 72 തവണയാണ് പറഞ്ഞു. ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയമെടുപ്പ് മിനിറ്റിൽ 200 തവണയാണ്. അതുപോലെ ഭ്രൂണാവസ്ഥ 28 ദിവസം ആകുമ്പോൾ തന്നെ ഹൃദയം മിടിക്കാൻ ആരംഭിക്കും. പിന്നെ മസ്തിഷ്കത്തിലെ മെഡുല ഒബ്ലോങ്കേറ്റയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അതുപോലെ ഹൃദയമിടിപ്പിനെയും നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയാണ്. അപ്പോൾ മെഡുല ഒബ്ലോങ്കേറ്റ എന്താ നിയന്ത്രിക്കുന്നത്? ഹൃദയം മിടിക്കാൻ, ഹൃദയത്തിന്റെ സ്പന്ദനം എല്ലാം നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കേറ്റാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കേറ്റാണ്. അതുപോലെ എല്ലായ്പ്പോഴും വർക്ക് ചെയ്യുന്ന അവയവം എന്ന് പറയുന്നത് ഹൃദയമാണ്. എല്ലായ്പ്പോഴും വർക്ക് ചെയ്യുന്ന അവയവം അത് ഹൃദയമാണ്. അതുപോലെ ഹൃദയത്തിലെ പേശികളാണ് എല്ലായ്പ്പോഴും വർക്ക് ചെയ്യുന്ന പേശികൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹൃദയത്തിലെ പേസ് മേക്കർ എന്നറിയപ്പെടുന്ന എസ്ഐനോടാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി ഹൃദയത്തിലെ ഇടത്തെ അറകളിലാണ് ശുദ്ധരക്തമുള്ളത്. അപ്പൊ എന്താ ശുദ്ധരക്തം പറഞ്ഞാൽ? ശുദ്ധരക്തം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒഴിവാക്കി ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തങ്ങളാണ് ശുദ്ധരക്തം എന്ന് പറയുന്നത്. അതേസമയം അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള രക്തത്തിനെയാണ് അശുദ്ധ രക്തം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, PSC ഒരു അടിപൊളിയായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഓപ്ഷൻ തരാണ്. ഹൃദയം, വൃക്ക, ലങ്സ് എന്നൊക്കെ തന്നാൽ ശരിക്കും അതിന്റെ ആൻസർ വൃക്കയാണ് വരിക. രക്തത്തിനെ ശുദ്ധീകരിക്കുന്നത് വൃക്കയാണ്. ഓക്കെ ആണല്ലോ. ഹൃദയം പറയുന്നത് പമ്പ് ചെയ്യാനുള്ള ഒരു അവയവമാണ്. രക്തത്തിനെ എല്ലാവിടേക്കും പമ്പ് ചെയ്യുക എന്നുള്ള അവയവമാണ് ഹൃദയം. അതേസമയം ശ്വാസകോശം എന്ന് പറയുന്നത് ഓക്സിജൻ സ്വീകരിച്ച് രക്തത്തിന് കൊടുക്കുക എന്നുള്ള ധർമ്മമാണ് ശ്വാസകോശത്തിനുള്ളത്. പക്ഷെ വൃക്കയാണ് രക്തത്തിലെ അശുദ്ധികളും യൂറിയ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നീക്കം ചെയ്യുന്നത് വൃക്കയാണ്. അത് എപ്പോഴും ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇനി അടുത്ത പറയാം. ഹൃദയത്തിലെ വലത്തെ അറകളിലാണ് എന്തുള്ളത്? അശുദ്ധ രക്തം ഉള്ളത്. അപ്പൊ അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള രക്തമാണ്
കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാടുള്ള രക്തത്തിനെയാണ് അശുദ്ധ രക്തം എന്ന് ഇവിടെ പറയുന്നത്. പിന്നെ ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ അഥവാ ആർട്ടറികൾ. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളെ പറയുന്ന പേരാണ് ധമനികൾ. അവയ്ക്ക് സാധാരണ കട്ടി കൂടുതലാണ്. അതേസമയം അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകളാണ് സിരകൾ അഥവാ വെയിനുകൾ എന്ന് പറയുന്നത്. എന്താണ് വെയിനുകൾ അല്ലെങ്കിൽ സിരകൾ എന്ന് പറയുന്നത് അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകളാണ്. സിരകൾക്ക് ധമനികളേക്കാൾ കനം കുറവാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ എന്ന് പറയുന്നത് എന്താണ്? മഹാധമനി അഥവാ അയോട്ടയാണ്. അതായത് നമ്മുടെ വെൻട്രിക്കിളിൽ നിന്നും നേരെ ഹൃദയം എല്ലാവർക്കും പമ്പ് ചെയ്യുന്നത് നേരെ ഫസ്റ്റ് മഹാധമനിയിലിട്ടാണ്. അവിടെ നിന്നാണ് ശരീരത്തിന്റെ പല പല ഭാഗങ്ങളിലേക്ക് രക്തം എത്തുന്നത്. പിന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി പറയുന്നത് മഹാധമനിയാണ് പറഞ്ഞു. ഏറ്റവും വലിയ രക്തക്കുഴൽ എന്ന് പറയുന്നത് മഹാധമനി അല്ലെങ്കിൽ അയോട്ടയാണെന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര എന്ന് പറയുന്നത് അധോ മഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീന കാവേ. എന്താണ് ഇൻഫീരിയർ വീന കാവേ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര എന്ന് പറയുന്നത് ഇൻഫീരിയർ വീന കാവേ അഥവാ അധോ മഹാസിരയാണ്. സിരകൾ എന്ന് പറയുന്നത് അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകളാണ്. ധമനികൾ എന്ന് പറയുന്നത് ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ്. ശുദ്ധരക്തം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അടങ്ങിയിട്ടുള്ള കൂടുതൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള രക്തമാണ് ശുദ്ധരക്തം. അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള രക്തമാണ് അശുദ്ധ രക്തം. ഇനി ഹൃദയം എന്ന് പറയുന്നത് ഒരു ഇരട്ട സ്ഥലമുള്ള ആവരണം കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. ആ ആവരണത്തെ പറയുന്ന പേരാണ് പെരികാർഡിയം. ഈ പെരികാർഡിയത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഹൃദയത്തെ ഒരു ഇരട്ട സ്ഥലം ആവരണം ചെയ്തിരിക്കുന്നു. ആ ഇരട്ട സ്ഥലത്തിന്റെ പേരാണ് പെരികാർഡിയം. ഈ പെരികാർഡിയത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം എന്ന് പറയുന്നത്. ഈ പെരികാർഡിയൽ ദ്രവത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഹൃദയത്തെ ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ഒന്നാമത്തെ ധർമ്മം. രണ്ടാമത്തെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ഹൃദയം വികസിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിലുള്ള ഘർഷണം ഇല്ലാതാക്കുക എന്നതാണ് അതിന്റെ രണ്ടാമത്തെ ഫങ്ഷൻ. അപ്പൊ പെരികാർഡിയൽ ദ്രവത്തിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? ഹൃദയത്തെ ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഹൃദയം വികസിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിലുള്ള ഘർഷണം ഇല്ലാതാക്കുക. ഇനി ഹൃദയഭിത്തിക്ക് 3 ആവരണങ്ങളുണ്ട്. ഹൃദയഭിത്തി നിർമ്മിച്ചിരിക്കുന്ന 3 ആവരണങ്ങളുണ്ട്. അതൊക്കെയാണ്: 1 പെരികാർഡിയം, 2 മയോകാർഡിയം, പിന്നെ ഉള്ളിലുള്ള എൻഡോകാർഡിയം. അപ്പോൾ 3 ആവരണങ്ങളാണ് ഹൃദയഭിത്തിക്കുള്ളത്. അതൊക്കെയാണ്: 1 പെരികാർഡിയം, രണ്ടാമത്തത് മയോകാർഡിയം, മൂന്നാമത്തത് എൻഡോകാർഡിയം. ഇനി വൈദ്യുത സ്പന്ദനങ്ങൾക്ക് അനുസരിച്ച് ഹൃദയത്തെ ഒരു താളത്തിൽ സ്പന്ദിക്കാൻ സഹായിക്കുന്ന പേശികളാണ് മയോകാർഡിയൻ പേശികൾ. എന്താണ് മയോകാർഡിയൻ പേശികൾ? മയോകാർഡിയൽ പേശികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവ വൈദ്യുത സ്പന്ദനങ്ങൾക്ക് അനുസരിച്ച് ഹൃദയത്തെ ഒരു താളത്തിൽ സ്പന്ദിക്കാൻ സഹായിക്കുന്ന പേശികളെയാണ് മയോകാർഡിയൽ പേശികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹൃദയത്തിന്റെ ഫങ്ഷൻ, ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന പാർട്സുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഒരു ഹൃദയം വരയ്ക്കുകയാണ്. അപ്പോൾ ഹൃദയത്തിന് 4 അറകളുണ്ട് പറഞ്ഞു. ഞാൻ വെറുതെ വരയ്ക്കാണ്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ അറ, 2, 3, 4. ഇനി ഹൃദയത്തിന്റെ ഇത് വലത്തെ അറയാണ്, ഇത് ഇടത്തെ അറ. ഇനി അടുത്തത് സുപ്പീരിയർ വീന കാവ, ഇൻഫീരിയർ വീന കാവ. ഇതെല്ലാം തുറക്കുന്നത് ഇവിടേക്ക്. അതുപോലെ മഹാധമനി. മഹാധമനി ഇവിടുന്ന് ഇങ്ങനെ മഹാധമനി. ഓക്കെ. മഹാധമനി MD എന്നിട്ടിട്ടുണ്ട്. ഇൻഫീരിയർ വീന കാവ അല്ലെങ്കിൽ അധോ മഹാസിര, ഇൻഫീരിയർ വീന കാവ, സുപ്പീരിയർ വീന കാവ. സുപ്പീരിയർ വീന കാവ ഊർധ്വ മഹാസിര, ഇൻഫീരിയർ വീന കാവ അധോ മഹാസിര. ഇനി 3 ട്രൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡ് വാൽവ് പറഞ്ഞാൽ വലത്തെ ഏട്രിയത്തിനും വലത്തെ വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ഇനി ഇടത്തെ ഏട്രിയത്തിനും ഇടത്തെ വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. അതില്ലാതെ അർദ്ധ ചന്ദ്രകാര വാൽവുകളുണ്ട്. അതാണ് സെമി ലൂണാർ വാൽവ് എന്ന് പറയുന്നത്. അതിന്റെ പേരുന്ന് അർദ്ധ ചന്ദ്രകാര വാൽവുകൾ. അർദ്ധ ചന്ദ്രകാര വാൽവുകൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരു 2 അർദ്ധചന്ദ്രികാര വാൽവുകളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ പച്ച കളർ കൊടുത്തിരിക്കുന്ന അർദ്ധചന്ദ്രികാര വാൽവുകൾ. ഇനി അതില്ലാതെ പൾമനറി ധമനികളുണ്ട്.
അത് ഞാൻ വെറുതെ ഇവിടെ നിന്ന് കാണിക്കുന്നു. പൾമനറി ധമനികൾ. ഓക്കെ, ഇനി പൾമനറി സീര. അതില്ലാതെ എസ് എ നോഡ്, സൈനോ ഏട്രിയൽ നോഡ് എന്നാണ് എസ് എ നോഡ്. പിന്നെ ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് AVN. ഈ ചോപ്പിൽ കാണിച്ചിരിക്കുന്ന മേൽഭാഗത്തുള്ള ഏട്രിയത്തിന് മേലെയുള്ളതാണ് സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്നത്. ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് പറഞ്ഞാൽ വലത് ഏട്രിയത്തിന്റെ താഴെ ഇടത് മൂലയിൽ ഏട്രിയോ വെൻട്രിക്കുലർ സ്ഥിതി ചെയ്യുന്നു. പിന്നെ ഈ ഏട്രിയോ വെൻട്രിക്കുലർ നോഡിൽ നിന്ന് തുടർച്ചയായിട്ട് ഒരു നോഡ് പോകുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആവും. ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഈ ഏട്രിയോ വെൻട്രിക്കുലർ ബണ്ടിൽ എന്നാണ് ഇതിന് പറയുക. ഈ ഏട്രിയോ വെൻട്രിക്കുലർ നോഡിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു നെറ്റ് നോഡൽ തന്തുക്കളെ പറയുന്ന പേരാണ് ഏട്രിയോ വെൻട്രിക്കുലർ ബണ്ടിൽ എന്ന് പറയുന്നത്. ഇവ എന്ത് ചെയ്യും? കുറച്ച് സഞ്ചരിച്ച് പിന്നെ രണ്ടായിട്ട് ഈ ഇന്റർ വെൻട്രിക്കുലർ ഭിത്തിയിൽ വെച്ച് ഈ രണ്ട് വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള ഭിത്തിയിൽ വെച്ച് രണ്ടായി പിരിഞ്ഞിട്ട് ഇങ്ങനെ പോകും. പിന്നെ പാർക്കിഞ്ചെ തന്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഏട്രിയോ വെൻട്രിക്കുലർ നോഡിൽ നിന്നുള്ള ചെറിയ നാര് പോലുള്ള തന്തുക്കളെയാണ് എന്ത് പറയുന്നത്? പാർക്കിഞ്ചെ തന്തുക്കൾ. എന്താണ്? പാർക്കിഞ്ചെ തന്തുക്കൾ. അപ്പൊ എന്തൊക്കെ പറഞ്ഞത്? എസ് ഐ നോഡ് വലത് ഏട്രിയത്തിന്റെ മേലെയുള്ളതാണ് എസ് ഐ നോഡ്. അവിടെ നിന്നാണ് സ്പന്ദനം ആരംഭിക്കുക. പിന്നെ AVN നോഡ്, ഏട്രിയോ വെൻട്രിക്കുലർ നോഡുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏട്രിയോ വെൻട്രിക്കുലർ ബണ്ടിൽ ഉണ്ട്. ഒരുപാട് തന്തുക്കളുള്ള ഏട്രിയോ വെൻട്രിക്കുലറിന്റെ ഒരുപാട് തന്തുക്കളെയാണ് ഏട്രിയോ വെൻട്രിക്കുലർ ബണ്ടിൽ എന്ന് പറയുന്നത്. ഇവ കുറച്ച് ശേഷം രണ്ടായിട്ട് വെൻട്രിക്കിളിൽ ഇടഭിത്തിയിൽ വെച്ചിട്ട് ഈ രണ്ട് വെൻട്രിക്കിളിന്റെ ഇടഭിത്തിയിൽ വെച്ച് രണ്ടായി പിരിയുന്നതാണ്. അതുപോലെ ഈ AVN നോഡിൽ നിന്ന് പുറത്തു വരുന്ന ചെറിയ രോമമായിട്ടുള്ള തന്തുക്കളെയാണ് എന്ത് പറയുന്നത്? പാർക്കിഞ്ചെ തന്തുക്കൾ എന്ന് പറയുന്നത്. ഈ പാർക്കിഞ്ചെ തന്തുക്കളും ഇടത് വലത് വെന്റുകളുകളും ചേരുന്ന ഭാഗത്ത് വിളിക്കുന്നതാണ് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നത്. ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹൃദയത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അശുദ്ധരക്തം. അശുദ്ധരക്തം എങ്ങനെ വരുന്നത്? അശുദ്ധരക്തം നമ്മുടെ ഇൻഫീരിയർ വീനക്കാവ്, അതായത് അധോമഹാശീര വഴിയും അതേപോലെ സുപ്പീരിയർ വീനക്കാവ് വഴിയും വരുന്ന അശുദ്ധരക്തം നേരെ വലത് ഭാഗത്തുള്ള ഏട്രിയത്തിൽ എത്തുന്നു. അപ്പൊ ഹൃദയം സാധാരണ പോലെ വികസിച്ചിട്ട് ഒരു ഇതില്ലാതെ നിൽക്കുകയാണ്. ആ ഒരു വികസിച്ച സമയത്ത് ആദ്യം രക്തം വലത് ഏട്രിയത്തിൽ എത്തുന്നു. അവിടെ ട്രൈക്കസ്പിഡ് വാൽവ് ഓപ്പണിലിരിക്കും. ആ ട്രൈക്കസ്പിഡ് വാൽവ് വഴി എന്ത് സംഭവിക്കും? വലത്തെ വെൻട്രിക്കിലേക്ക് രക്തം പോയിക്കൊണ്ടിരിക്കും. ആ ഒരു സമയത്താണ് എസ് ഐ നോഡിൽ സ്പന്ദനം ആരംഭിക്കുക. ആ എസ് ഐ നോഡിൽ സ്പന്ദനം ആരംഭിക്കുക എന്ത് ചെയ്യും? ആ എസ് ഐ നോഡിന്റെ പേരാണ് സൈനോ ഏട്രിയൽ നോഡ്. എന്താണ്? സൈനോ ഏട്രിയൽ നോഡ്. ഈ സൈനോ ഏട്രിയൽ നോഡിന് സ്പന്ദനം ആരംഭിക്കുമ്പോൾ ഏട്രിയം, വലത്തെ ഏട്രിയം ചുരുങ്ങും. വലത്തെ ഏട്രിയം എന്ത് സംഭവിക്കും? ചുരുങ്ങും. ഈ വലത്തെ ഏട്രിയം ചുരുങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടുത്തെ മർദ്ദം കൂടും. അതുപോലെ അവിടെയുള്ള രക്തം നേരെ ഈ ട്രൈക്കസ്പിഡ് വാൽവ് വഴി വലത്തെ വെൻട്രിക്കിളിലെത്തും. ഇതേ സമയത്ത് ഇടത്ത് ഭാഗത്ത് എന്താ സംഭവിക്കുക? ഹൃദയത്തിന്റെ അടുത്ത ഭാഗത്ത് ഇടത്തെ ആട്രിയത്തിലുള്ള രക്തം ഇടത്തെ വെൻട്രിക്കിളിലേക്ക് പോകും. എങ്ങനെയാ പോവുക? ബൈക്കസ്പിഡ് വാൽവ് വഴി വെൻട്രിക്കിളിലേക്ക് പോകും. ഓക്കെ, ഈ ഇടത്തെ ഏട്രിയത്തിലെത്തുന്ന രക്തം ഏതാണ്? അത് ശുദ്ധരക്തമാണ്. ഇവിടെ എത്തുന്ന രക്തം ഏതാണ്? ശുദ്ധരക്തമാണ്. ഈ ശുദ്ധരക്തമാണ് എസ് ഐ നോഡ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്? ഏട്രിയം ചുരുങ്ങി അതിലുള്ള രക്തം നേരെ നാലാമത്തെ അറയായ ഇടത്തെ വെൻട്രിക്കിളിലേക്ക് പോകും. ഓക്കെ, അപ്പൊ എസ് ഐ നോഡിൽ നിന്ന് ആവുമ്പോൾ നേരെ പോയി പിന്നെ എന്തായും AVN നോഡിലെത്തും. AVN നോഡിലെത്തുമ്പോൾ എന്ത് സംഭവിക്കാം? AVN നോഡിലെത്തുമ്പോൾ ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് ഇതാവും. ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് സ്പന്ദനം വരുമ്പോൾ എന്ത് ചെയ്യും? വെൻട്രിക്കിള് ചുരുങ്ങും. അപ്പൊ വെൻട്രിക്കിളിലുള്ള ഭയങ്കര പ്രഷറാവും. ഈ പ്രഷർ കാരണം എന്ത് ചെയ്യും? ഈ ട്രൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ആവും. ഇവിടെ എന്ത് ചെയ്യും? ട്രൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ആവും. അതുപോലെ ഇവിടെ ബൈക്കസ്പിഡ് വാൽവും ക്ലോസ് ആവും. അപ്പൊ ഇങ്ങനെ മർദ്ദം കൂടുകയാണ്. ഈ മർദ്ദം കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ഇങ്ങനെ ട്രൈക്കസ്പിഡ് വാൽവും ബൈക്കസ്പിഡ് വാൽവും ഓൾറെഡി ക്ലോസ് ആയി, പിന്നെ മർദ്ദം വീണ്ടും കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ അർദ്ധ ചന്ദ്രകാര അല്ലെങ്കിൽ സെമി ലൂണാർ വാൽവ് ഓപ്പൺ ആവും. ഈ സെമി ലൂണാർ വാൽവ് ഓപ്പൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ രണ്ടാമത്തെ അറ, അതായത് വലത്തെ വെൻട്രിക്കിളിൽ നിന്നുള്ള രക്തം നേരെ ഈ അർദ്ധ ചന്ദ്രകാര കുഴലുകൾ അല്ലെങ്കിൽ സെമി ലൂണാർ വാൽവ് വഴി നേരെ പൾമനറി ധമനിയിലേക്ക് പോകും. എങ്ങനെ പോകും? പൾമനറി ധമനിയിലേക്ക് പോകും. അപ്പൊ ഈ രണ്ടാമത്തെ നിന്നുള്ള രക്തം നേരെ പൾമനറി ധമനിയിലേക്ക് പോകും. ഈ പൾമനറി ധമനി എന്താ ചെയ്യുക? പൾമനറി ധമനി നേരെ ഈ രക്തത്തെ ശ്വാസകോശത്തിന്റെ ഭാഗത്തിലേക്കാണ് എത്തിക്കുക. അവിടെ നിന്ന് അതിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിലേക്ക് കൊടുക്കും.
അതുപോലെ ലങ്സ് എന്നുള്ള ഓക്സിജൻ സ്വീകരിച്ച് പൾമനറി സിര വഴി നേരെ എവിടേക്ക് എത്തും? നമ്മുടെ ഇടത്തെ ഏട്രിയത്തിലേക്കാണ് എത്തുക. ഇതേ സമയത്ത് വെൻട്രിക്കിൾ ക്ലോസ് ആവുന്ന സമയത്ത് ഇടത്തെ ഏട്രിയത്തിൽ സംഭവിക്കുക, അതായത് നാലാമത്തെ അറയിൽ എന്താ സംഭവിക്കുക? ഇടത്തെ വെൻട്രിക്കിളും ചുരുങ്ങും. ഈ ഇടത്തെ വെൻട്രിക്കിൾ ചുരുങ്ങുമ്പോൾ അവിടെയുള്ള അർദ്ധചന്ദ്രികാര വാൽവ് വഴി അല്ലെങ്കിൽ സെമി ലൂണാർ വാൽവ് ഓപ്പൺ ആയിട്ട് നാലാമത്തെ വാൽവിൽ നിന്നുള്ള ശുദ്ധരക്തം നേരെ മഹാധമനിയിലോട്ട് ട്രാൻസ്ഫർ ആവും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ നിന്ന് എങ്ങനെ പോവുക? പൾമനറി ധമനിയിലേക്കാണ് പോവുക. നാലാമത്തതിൽ നിന്ന് നേരെ രക്തം പോവുക മഹാധമനിയിലേക്കാണ് പോവുക. മഹാധമനിയിൽ നിന്ന് നേരെ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്കെല്ലാം പോകും. ഇങ്ങനെയാണ് രക്തപര്യനം നടക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം, ഈസി ആയിട്ട് പറഞ്ഞുതരാം. അശുദ്ധരക്തം നേരെ വലത്തെ ഏട്രിയത്തിലെത്തുന്നു. വലത്തെ ഏട്രിയത്തിൽ നിന്ന് നേരെ ട്രൈക്കസ്പിഡ് വാൽവ് വഴി വലത്തെ വെൻട്രിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എസ് ഐനോട് ആക്റ്റീവ് ആവുന്നു. എസ് ഐനോട് ആക്റ്റീവ് ആവുന്ന സമയത്ത് ഏട്രിയം ക്ലോസ് ആവുന്നു. ഏട്രിയം ക്ലോസ് ആവുന്ന സമയത്ത് ഏട്രിയത്തിൽ നിന്നുള്ള രക്തമെല്ലാം നേരെ വലത്തെ വെൻട്രിക്കിളിലേക്ക് പോകും. വലത്തെ വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. ആ വലത്തെ വെൻട്രിക്കിളിൽ എത്തിയതിനു ശേഷം പിന്നെ എസ് ഐനോട് നേരെ എ വി എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എ വി എന്നോട് ആക്റ്റീവ് ആവുന്നു. എ വി എന്നോട് സ്പന്ദനം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? വെൻട്രിക്കിൾ ക്ലോസ് ആവും. അപ്പോൾ വെൻട്രിക്കിൾ ക്ലോസ് ആവുന്ന സമയത്ത് വലത്തെ വെൻട്രിക്കിളിൽ നിന്നുള്ള രക്തം നേരെ പൾമനറി ധമനി വഴി നേരെ ശ്വാസകോശത്തിലെത്തുന്നു. ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ട്രാൻസ്ഫർ ചെയ്ത രക്തം നേരെ മൂന്നാമത്തെ അറയിലെത്തുന്നു. മൂന്നാമത്തെ അറ എന്ന് പറയുന്നത് ഇടത് ഭാഗത്തുള്ള ഏട്രിയത്തിലെത്തുന്നു. ഇടത് ഭാഗത്തുള്ള ഏട്രിയത്തിൽ എത്തുന്ന സമയത്ത് അടുത്ത ഇത് തുടങ്ങുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞതിന് വേണ്ടി ഒരു സൈക്കിൾ മാത്രമായിട്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ഇത് രണ്ടും നടക്കുന്ന ഒരേ സമയത്ത് തന്നെ നടക്കുന്ന പ്രോസസ്സാണ്, മനസ്സിലാക്കണം. അങ്ങനെ അടുത്ത ഏട്രിയത്തിലെത്തുന്നു. ഇടത്തെ ഏട്രിയത്തിൽ നിന്ന് നേരെ ബൈക്കസ്പിഡ് വാൽവ് വഴി ഇടത്തെ വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. ഇടത്തെ വെൻട്രിക്കിൾ എ വിനോട് ആക്റ്റീവ് ആവുന്ന സമയത്ത് വെൻട്രിക്കിൾ ക്ലോസ് ആവുന്നു. ആ വെൻട്രിക്കിൾ ക്ലോസ് ആവുന്ന വെൻട്രിക്കിൾ ചുരുങ്ങുന്ന സമയത്ത് അവിടെ നിന്നുള്ള രക്തം ചന്ദ്രികാര കുഴലുകൾ അല്ലെങ്കിൽ സെമി ലൂണാർ വാൽവ് വഴി ഓപ്പൺ ആയിട്ട് മഹാധമനിയിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ഹൃദയത്തിന്റെ പമ്പിംഗ് സിസ്റ്റം നടക്കുന്നത്. ഇനി ഹൃദയത്തിന് നടക്കുന്ന സമയത്ത് 2 തവണ നമ്മൾ ഒരേ രക്തം 2 തവണ ഹൃദയത്തിലൂടെ സഞ്ചരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ രക്തം 2 തവണ ഹൃദയത്തിലൂടെ സഞ്ചരിച്ചു പോകുന്നുണ്ട്. ഒന്നെങ്ങനെയാണ്? ഉള്ളിലുള്ള അശുദ്ധ രക്തമെത്തി, അശുദ്ധ രക്തം നേരെ ഹൃദയത്തിലെത്തി, ഹൃദയത്തിൽ നേരെ ശ്വാസകോശത്തിലെത്തി, ശ്വാസകോശത്തിൽ നേരെ വീണ്ടും ഹൃദയത്തിലെത്തുകയാണ്. അങ്ങനെ 2 തവണയാണ് ഹൃദയ പര്യന വ്യവസ്ഥ നടക്കുന്നത്. അപ്പോൾ രക്തപര്യനം 1 തവണ പൂർത്തിയാക്കുമ്പോൾ ഹൃദയത്തിലൂടെ രക്തം എത്ര തവണ കടന്നു പോകുന്നു? 2 തവണ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്തായിരുന്നു? അതുപോലെ ഈ പര്യന വ്യവസ്ഥ 2 എണ്ണമാണ്. എന്താണുള്ളത്? പൾമനറി പര്യനവും അതുപോലെ സിസ്റ്റിക് പര്യനവും. എന്തൊക്കെയാണ്? പൾമനറി പര്യനവും സിസ്റ്റിക് പര്യനവും. എന്താ പൾമനറി പര്യനം എന്ന് പറയുന്നത്? അതായത് ഞാൻ വലത് വെൻട്രിക്കിളിൽ നിന്നും രക്തം പോയിട്ട് നേരെ ശ്വാസകോശത്തിലെത്തി ശ്വാസകോശ ധമനി അല്ലെങ്കിൽ പൾമനറി ധമനി വഴി നേരെ ശ്വാസകോശത്തിലെത്തി അവിടുന്ന് ഓക്സിജൻ എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് പൾമനറി സിര അല്ലെങ്കിൽ ശ്വാസകോശ സിര വഴി നേരെ ഇടത്തെ ഏട്രിയത്തിലെത്തുന്നു. ഈ ഒരു ശൃംഖലയാണ് എന്ത് പറയുന്നത്? പൾമനറി പര്യനം. ഓക്കെ, പൾമനറി പര്യനം എന്ന് പറയുന്നത്. അതേസമയം ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മഹാധമനി വഴി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തി അവിടെ നിന്ന് അത് അശുദ്ധ രക്തമായിട്ട് തിരിച്ച് വലത് ഏട്രിയത്തിൽ എത്തുന്ന പര്യനമാണ് സിസ്റ്റിക് പര്യനം എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ പര്യനമുള്ളത്? സിസ്റ്റിക് പര്യനമുണ്ട്, പൾമനറി പര്യനമുണ്ട്. പിന്നെ ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര എന്ന് പറയുന്നത് ശ്വാസകോശ സിര അല്ലെങ്കിൽ പൾമനറി സിരയാണ്. ഞാൻ പറഞ്ഞു, ശ്വാസകോശത്തിൽ നിന്ന് തിരിച്ച് ഇടത്തെ ഏട്രിയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത് പൾമനറി സിരയാണ് അല്ലെങ്കിൽ ശ്വാസകോശ സിരയാണ്. അതിൽ ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. അശുദ്ധ രക്തം വഹിക്കുന്ന ധമനികൾ ഏതാണ്? അതും പൾമനറി ധമനിയാണ് അല്ലെങ്കിൽ ശ്വാസകോശ ധമനിയാണ്. ഞാൻ പറഞ്ഞിരുന്നു, രണ്ടാമത്തെ അറ അതായത് വലത്ത് വെൻട്രിക്കിളിൽ നിന്നും രക്തം ശ്വാസകോശത്തിൽ എത്തുന്നു. ആ ഒരു സമയത്ത് അത് പോകുന്നത് പൾമനറി ധമനി വഴിയാണ്. ആ ഒരു സമയത്ത് അതിൽ അടങ്ങിയിരിക്കുന്ന രക്തം അത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അശുദ്ധ രക്തം വഹിക്കുന്ന ധമനികൾ എന്ന് പറയുന്നത് പൾമനറി ധമനിയാണ്. സാധാരണ ധമനികൾ എന്താണ്? ശുദ്ധരക്തമാണ് വഹിക്കുക. പൾമനറി ധമനി മാത്രം അശുദ്ധ രക്തം വഹിക്കുന്നു. അതുപോലെ സിരകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെയിനുകൾ എന്ന് പറയുന്നത് എന്താണ്? അശുദ്ധ രക്തം വഹിക്കുന്നവയാണ്. പക്ഷെ പൾമനറി സിര മാത്രം
ശുദ്ധ രക്തം വഹിക്കുന്നു. ഇനി ഈ ഏട്രിയൽ സങ്കോചം ഞാൻ പറഞ്ഞിരുന്നു. ഈ ബൈക്കസ്പിഡ് വാൾവിന്റെ പേരെന്താണ്? ബൈക്കസ്പിഡ് വാൾവിന് മിട്രൽ വാൾവ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, എന്താ പറയുന്നത്? മിട്രൽ വാൾവ് എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് നമ്മുടെ പൾമനറി വാൾവ്. പൾമനറി വാൾവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സെമി ലൂണർ വാൾവ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ സെമി ലൂണർ വാൾവില് വലത് വെൻട്രിക്കിളിനും പൾമനറി ആർട്ടറിയുടെയും, പൾമനറി ആർട്ടറി പറഞ്ഞാൽ എന്താണ്? ശ്വാസകോശ ധമനിയുടെയും ഇടയിലുള്ള വാൾവിനെ പറയുന്ന പേരാണ് പൾമനറി വാൾവ്. അപ്പൊ പൾമനറി വാൾവ് എന്താണ്? വലത് വെൻട്രിക്കിളിനും പൾമനറി ആർട്ടറിയുടെയും ഇടയിൽ കാണുന്ന വാൾവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൾമനറി വാൾവ് എന്ന് പറയുന്നത്. അതുപോലെ അയോട്ടിക് വാൾവ് എന്താണ്? ഇടത് വെൻട്രിക്കിളിനും അയോട്ടയുടെയും ഇടയിൽ കാണുന്ന വാൾവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയോട്ടിക് വാൾവ് എന്ന് പറയുന്നത്. ഇതെല്ലാം സെമി ലൂണർ വാൾവാണ്. ഈ ഞാൻ പറഞ്ഞ ഈ രണ്ട് വാൾവും സെമി ലൂണർ വാൾവാണ്. ഇനി ഞാൻ പറഞ്ഞു ബൈക്കാസ്പിഡ് വാൾവിന് വേറെ എന്താ പേരുമാണ്? മിട്രൽ വാൾവ് എന്ന് പറയുന്നത്. ഇതിന് അതുകൊണ്ട് ദ്വിദള വാൾവ്. ബൈക്കാസ്പിഡിന്റെ ഇതാണ് മലയാളക്ക് ദ്വിദള വാൾവ്. ഓക്കെ, അതുപോലെ ട്രൈക്കാസ്പിഡ് വാൾവിന്റെ എന്താണ്? ത്രിദള വാൾവ്. ഈ മലയാളം പഠിച്ചു വെക്കാൻ ഇപ്പൊ ആരെങ്കിലും മലയാളത്തിലാണ് അവിടെ ആൻസർ ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ട്രൈക്കാസ്പിഡ് വാൾവ് പറഞ്ഞാൽ ത്രിദള വാൾവ്, അതേപോലെ ബൈക്കാസ്പിഡ് വാൾവ് പറഞ്ഞാൽ ദ്വിദള വാൾവ്. ഞാൻ പറഞ്ഞു SI നോട് ആവേഗം വരുമ്പോൾ ഏട്രിയൽ സങ്കോചിക്കുമെന്ന് പറഞ്ഞു. ഈ ഒരു സങ്കോചത്തിന് പേര് പറയുന്നതാണ് ഏട്രിയൽ സങ്കോചം അഥവാ ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത്. എന്താണ്? ഈ രണ്ട് ഏട്രിയം സങ്കോചിക്കുന്ന അവസ്ഥനെ പറയുന്ന പേരാണ് ഏട്രിയൽ സങ്കോചം അഥവാ ഏട്രിയൽ സിസ്റ്റോൾ. അതുപോലെ വെൻട്രിക്കുലർ സങ്കോചിക്കുന്ന പറയുന്ന പേരാണ് വെൻട്രിക്കുലർ സിൻസ്റ്റോൾ എന്ന് പറയുന്നത്. അതുപോലെ ഈ വെൻട്രിക്കുലർ സിസ്റ്റോൾ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഏട്രിക്കുലർ പൂർവ്വസ്ഥിതിയിലെത്തും. ഈ ഒരു സ്ഥിതിനെ പറയുന്ന പേരാണ് ഡയസ്റ്റോൾ. സിസ്റ്റോളിന്റെ ഓപ്പോസിറ്റ് ആണ് ഡയസ്റ്റോൾ. ഓക്കെ, ഇങ്ങനെ ഈ ഒരു പര്യനം എല്ലാം കഴിഞ്ഞാൽ ഹൃദയം പൂർണ്ണമായിട്ടും വികസിക്കും. ആ ഒരു സിസ്റ്റത്തിന് എന്താ പറയുക? സംയുക്ത വികാസം അഥവാ ഡയസ്റ്റോൾ. പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് വികസിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഡയസ്റ്റോൾ അല്ലെങ്കിൽ പൂർണ്ണ സംയുക്ത വികാസം എന്ന് പറയുന്നത്. പിന്നെ സ്പന്ദന വ്യാപ്തം. സ്പന്ദന വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഹൃദയ പരിവൃത്തിയിലും വെൻട്രിക്കിളിൽ നിന്ന് ധമനിയിലേക്ക് പമ്പ് ചെയ്യുന്ന രക്തം. അപ്പോൾ ഒരു ഹൃദയം സ്പന്ദിക്കുന്ന സമയത്ത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം ധമനിയിലേക്ക്, മഹാധമനിയിലേക്ക് പമ്പ് ചെയ്യുന്ന രക്തമാണ് എന്ത് പറയുന്നത്? സ്പന്ദന വ്യാപ്തം എന്ന് പറയുന്നത്. ഇത് ഏകദേശം 70 മില്ലി സെക്കൻഡ് ആണ്. അങ്ങനെ സ്പന്ദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ധമനികളിലേക്ക് രക്തം എത്തും. ഈ ഒരു പ്രഷർ ഏൽപ്പിക്കുന്ന മർദ്ദത്തിനെയാണ് എന്ത് പറയാ? സിസ്റ്റോളിക് പ്രഷർ. എന്താ പറയാ? സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഇത് സാധാരണ 120 മില്ലിഗ്രാം മെർക്കുറിയാണ്. അതേസമയം ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയം പൂർണ്ണമായിട്ട് വികസിക്കുമ്പോൾ ഈ മഹാധമനിയിൽ നിന്നുള്ള രക്തമെല്ലാം എവിടെ എത്തും? മഹാധമനി എന്നല്ല, ധമനികളിലെല്ലാം രക്തത്തിന്റെ കുറവ് അനുഭവപ്പെടും, കുറഞ്ഞ മർദ്ദം ഉണ്ടാകും. ഈ ഒരു മർദ്ദത്തിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഇത് 80 മില്ലിമീറ്റർ HG ആണ്. അപ്പൊ നമ്മുടെ ഈ രണ്ടത്തിന്റെയും പ്രഷർ എങ്ങനെ പറയാം? സിസ്റ്റോളിന്റെയും ഡയസ്റ്റോളിന്റെയും പ്രഷർ എത്ര പറയാം? 120/80. സിസ്റ്റോളിന്റെ പ്രഷറാണ് 120. അതായത് സിസ്റ്റോൾ നടക്കുന്ന സമയത്ത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം മഹാധമനിയിൽ എത്തണം. അപ്പൊ ധമനിയിലെല്ലാം രക്തം കൂടുകയാണ്. ഈ ഒരു സമയത്തെ പ്രഷറാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞു. ഈ സിസ്റ്റോളിക് പ്രഷറിന്റെ വാല്യൂ ആണ് 120 എന്ന് പറയുന്നത്. അതുപോലെ ഡയസ്റ്റോളിന്റെ വാല്യൂ ആണ് 80 എന്ന് പറയുന്നത്. ഈ രണ്ട് മർദ്ദങ്ങളും ചേർന്നാണ് ഒരാളുടെ രക്തസമ്മർദ്ദം നമ്മൾ പ്രസ്താവിക്കാം. അതുകൊണ്ട് തന്നെ സാധാരണ ഉള്ള രക്തസമ്മർദ്ദം എത്രയാണ് വേണ്ടത്? 120/80 ആണ് വേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു പൾമനറി പെരിയനുണ്ട്, സിസ്റ്റമിക് പെരിയനുമുണ്ട്. പൾമനറി പെരിയനം പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ആരംഭിച്ച് ശ്വാസകോശം കഴിഞ്ഞ് തിരിച്ച് ഹൃദയത്തിലേക്ക് വരുന്ന പെരിയനമാണ് പൾമനറി പെരിയനം. അതായത് വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് നേരെ ഇടത്തെ ഏട്രിയത്തിൽ അവസാനിക്കുന്ന പെരിയനമാണ് പൾമനറി പെരിയനം. അതേസമയം സിസ്റ്റമിക് പെരിയനം എന്ന് പറയുന്നത് ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് മഹാധമനി വഴി ശരീരത്തിന് പല ഭാഗങ്ങളിലേക്കും പോയിട്ട് തിരിച്ച് ഇൻഫീരിയർ വീനക്കാവ അല്ലെങ്കിൽ സുപ്പീരിയർ വീനക്കാവ വഴി തിരിച്ച് വലത്തെ ഏട്രിയത്തിൽ എത്തിക്കുന്ന പെരിയനമാണ് സിസ്റ്റമിക് പെരിയനം എന്ന് പറയുന്നത്. ശുദ്ധരക്തം വയ്ക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. വളരെ നേർത്ത സിരകളെയും ധമനികളെയും പറയുന്ന പേരെന്താണ്? ലോമികകൾ. വളരെ നേർത്ത സിരകളെയും ധമനികളെയും പറയുന്ന പേരാണ് ലോമികകൾ. ലോമികകൾ കണ്ടുപിടിച്ച വ്യക്തിയാണ് മാർസലോ മാൽപിജി. ആരാണ്? മാർസലോ മാൽപിജി ആണ് ലോമികകൾ കണ്ടുപിടിച്ചത്. ഇതന്നെ അവിടെ ഫുള്ളായിട്ട് ഹൃദയത്തിന്റെ ഇതെല്ലാം പറയുന്നുണ്ട്. ഹൃദയത്തിന്റെ ഊർദ്ധമഹാസിര, സുപ്പീരിയർ വീനക്കാവ, ഇതിലൂടെയാണ് അശുദ്ധരക്തം വരുന്നത്. അതേപോലെ ഇൻഫീരിയർ മഹാസിര, അതോ മഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീനക്കാവ ഏറ്റവും വലിയ സിരയാണത്. അതുപോലെ സെമി ലൂണർ വാൽവ് പറഞ്ഞു. സെമി ലൂണർ വാൽവിൽ ഏതൊക്കെയാണ്? സെമി ലൂണർ വാൽവ് പറഞ്ഞു. ഇത് ശ്വാസകോശ ധമനിയാണ്. അപ്പൊ അത് പൾമനറി വാൽവ്. ഇത് വന്നിട്ട് അയോട്ട വാൽവ്. എന്താ പറഞ്ഞാൽ പൾമനറി വാൽവ്. വേറെ എന്താണ്? അയോട്ടിക് വാൽവ്.
പറഞ്ഞതാണ്. ഇതാണ് ശ്വാസകോശ സിരയിലൂടെയാണ് എന്ന് പറയുന്നത് ശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു സിര എന്ന് പറയുന്നത് ശ്വാസകോശ സിരയാണ്, അല്ലെങ്കിൽ പൾമനറി വീനാണ്. അതുപോലെ അശുദ്ധ രക്തം വഹിക്കുന്ന ധമനിയാണ്, ഒരേ ഒരു ധമനിയാണ്, അത് പൾമനറി ധമനി അഥവാ പൾമനറി ആർട്ടറി. ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് പൾമനറി ആർട്ടറി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്നത് കൊറോണറി ധമനിയാണ്. അപ്പോൾ ഹൃദയം ഇങ്ങനെ എല്ലാവർക്കും പമ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഹൃദയത്തിനും രക്തം ആവശ്യമില്ല, അതിന് രക്തം നൽകുന്ന ധമനിന്റെ പേരാണ് കൊറോണറി ധമനി. പിന്നെ ബൈക്കാസ്പീഡ് വാൽവ് പറഞ്ഞു, ഏറ്റത്തിൽ നിന്നും അതാണ് വലത്തെ ഏറ്റത്തിൽ നിന്നും വലത്തെ വെൻട്രിക്കിളിലേക്ക് ഉള്ള വാൽവിനെയാണ് എന്ത് പറയുന്നത്, ട്രൈക്കാസ്പീഡ് വാൽവ് എന്ന് പറയുന്നത്. പിന്നെ ഇടത്തെ ഏറ്റത്തിനും ഇടത്തെ വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ള വാൽവാണ് ബൈക്കാസ്പീഡ് വാൽവ്. ഇതിന് മറ്റൊരു പേരാണ് മിട്രൽ വാൽവ് എന്ന് പറയുന്നത്. രക്തക്കുഴലുകളിൽ നിന്ന് ഇപ്പോൾ മഹാധമനിയിൽ നിന്ന് ഇതൊന്നും രക്തം തിരിച്ചു വരാതിരിക്കാൻ സഹായിക്കുന്ന വാൽവാണ് അർദ്ധചന്ദ്രക്കാര വാൽവ് അല്ലെങ്കിൽ സെമിലൂണർ വാൽവ് എന്ന് പറഞ്ഞു. രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് സ്ഫിഗ്മോ മാനോമീറ്റർ. ഇത് കണ്ടുപിടിച്ചത് ജൂലിയസ് ഹാരിസൺ ആണ്. രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് എന്ത്, സ്ഫിഗ്മോ മാനോമീറ്റർ. ഇത് കണ്ടുപിടിച്ച വ്യക്തിയാണ് ജൂലിയസ് ഹാരിസൺ. പിന്നെ ഇതാണ് ഓപ്പൺ ഹാർട്ട് സർജറി. ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഉപജ്ഞാതാവ് ആരാണ്, വാൾട്ടൺ ലില്ലി ഹൈ ആണ്. വാൾട്ടൺ ലില്ലി ഹൈ ആണ്. അതുപോലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം എന്ന് പറയുന്നത് ജാർവിക് 7 ആണ്. എന്താണ്, ജാർവിക് 7. അത് രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് റോബർട്ട് കെ ജാർവിക്. അപ്പൊ ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതാണ്, ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് 7 ആണ്. അത് ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് റോബർട്ട് കെ ജാർവിക്. പിന്നെ പറഞ്ഞതാണ് SI-നോടൊന്ന് കറക്റ്റായിട്ട് പരമാവധി പ്രവർത്തന ശേഷി സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അത് 70 to 75 per minute ആണ്. ഹൃദയസ്പന്ദനം ക്രമമായി നടക്കണമെങ്കിൽ പേസ് മേക്കർ ആവശ്യമാണ്. ഇത് പ്രവർത്തനരഹിതമാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൃത്രിമ പേസ് മേക്കർ. കൃത്രിമ ഇംപ്ലാന്റബിൾ പേസ് മേക്കർ കണ്ടെത്തിയ വ്യക്തിയാണ് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. എന്താണ് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. ഇനി ചില രോഗങ്ങളൊക്കെ പറയാം. ഒന്ന്, അതിറോസ്ക്ലിയറോസിസ്. അതിറോസ്ക്ലിയറോസിസ് പറഞ്ഞാൽ എന്താണ്, ധമനികളുണ്ടല്ലോ. ധമനികൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഓക്സിജൻ രക്തം വഹിക്കാനുള്ള കുഴലുകളാണ് ധമനികൾ എന്ന് പറയുന്നത്. ഈ ധമനികളിൽ ധമനികളുടെ ഭിത്തിയിൽ കൊളസ്ട്രോൾ വന്നടിയുന്നതിന്റെ ഫലമായിട്ട് ഈ രക്തം പ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സമാണ്. ഈ ഒരു രക്തപ്രവാഹത്തിന്റെ തടസ്സം ഉണ്ടാകുന്നു, രക്തത്തിൽ പ്രവഹിക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടാകുന്നു, അതില്ലെങ്കിൽ അതിന്റെ വേഗത കുറയുന്നു. ഈ ഒരു അവസ്ഥയാണ് അതിറോസ്ക്ലിയറോസിസ് എന്ന് പറയുന്നത്. രക്തക്കൊള്ളുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. എന്താണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഈ ഹൃദയത്തിന്റെ ധമനികളിൽ തടസ്സം ഉണ്ടായിരിക്കുക, ഇതെന്ത് സംഭവിക്കും, ഹൃദയാഘാതം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഹൃദയാഘാതം എങ്ങനെ ഉണ്ടാവുക, ഹൃദയത്തിന്റെ ധമനികളിലെ രക്തം തടസ്സപ്പെടുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ഇനിയാണ് ആൻജിയോഗ്രാഫി. അപ്പോൾ ഈ ഹൃദയ ധമനികളുടെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പുതിയ പരിശോധനാ രീതിയാണ് എന്ത്, ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ആൻജിയോഗ്രാഫി എങ്ങനെയാണ് നമുക്കറിയാം, ഒരു ചെറിയ കോളിലിട്ടിട്ട് നോക്കുന്ന ഒരു പരിപാടിയാണ് ആൻജിയോഗ്രാഫി. അതേസമയം ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഹൃദയധമനികളെ തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാ രീതിയെ പറയുന്ന പേരാണ് ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ ഹൃദയങ്ങളെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് ആൻജിയോഗ്രാഫി, അതുപോലെ തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്നതാണ് ആൻജിയോപ്ലാസ്റ്റി. നമ്മുടെ ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. അത് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്, റെനെ ലെനക്ക്. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് എത്ര, ഞാൻ പറഞ്ഞത് 120/80. അപ്പോൾ നമ്മൾ 120/80, ഇപ്പോൾ 120-നേക്കാൾ കൂടുതലാണ് വെച്ചാൽ എന്താ പറയാ, ഹൈപ്പർ ടെൻഷൻ. ഇനി രക്തധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ ടെൻഷൻ. രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ നിന്ന് ഏറ്റവും കൂടുതലാവുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് ഉപ്പാണ്. ഉപ്പ് കൂടുതൽ ഉപയോഗിച്ചാൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. ഇനി നമ്മൾ ഉറങ്ങുകയെന്ന് വെച്ചാൽ രക്തസമ്മർദ്ദം എന്താ ചെയ്യുക, സാധാരണ കുറയും. നമ്മൾ അത് എല്ലാവർക്കും അറിയാം, നമ്മൾ വളരെയേറെ റിലാക്സ് ആയിരിക്കുന്ന സമയത്തെല്ലാം രക്തസമ്മർദ്ദം കുറയും. അതേസമയം ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. നിശബ്ദമായ കൊലയാളി എന്നറിയപ്പെടുന്ന ഒരു കാരണമാണ് അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോ കാർഡിയോഗ്രാഫി. ഇലക്ട്രോ കാർഡിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഒരു ഗ്രാഫ് വരച്ചിട്ട് കണ്ടുപിടിക്കാം. ആ ഒരു ഗ്രാഫാണ് ഉപകരണം ഉപയോഗിച്ച് ഒരു ഗ്രാഫ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ആ ഒരു ഇതിന് പറയുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫി. ഇലക്ട്രോ കാർഡിയോഗ്രാഫി കണ്ടുപിടിച്ച ആരാണ്, വില്യം എയ്ൻതോവൻ. ആരാണ്, വില്യം എയ്ൻതോവൻ. ഹൃദയത്തിന്റെ തകരാറുകൾ അൾട്രാസൗണ്ട് സംവിധാനം ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എക്കോ കാർഡിയോഗ്രാഫ്. എന്ത്, എക്കോ കാർഡിയോഗ്രാഫ്. പേസ് മേക്കർ പറഞ്ഞു, ഹൃദയമിടിപ്പ് വളരെ താഴ്ന്ന നിലയിലെത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ
മിടിപ്പ് സാധാരണ നിലയിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. ഇനി ടാക്കികാർഡിയ, ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുന്ന അവസ്ഥയാണ് ടാക്കികാർഡിയ എന്ന് പറയുന്നത്. അതാണ് 1 മിനിറ്റിൽ ശരാശരി 72 വേണ്ടത്, പക്ഷെ 100-ൽ കൂടുതൽ ആവുന്ന അവസ്ഥയാണ് ടാക്കികാർഡിയ എന്ന് പറയുന്നത്. അതേസമയം ബ്രാഡികാർഡിയ എന്ന് പറഞ്ഞാൽ ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ ശരാശരി 60-ൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ബ്രാഡികാർഡിയ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാരണമാണ് ഡെക്സ്ട്രോകാർഡിയ. ഡെക്സ്ട്രോകാർഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ഇടതു ഭാഗത്തേക്കാണ് ചരിഞ്ഞിരിക്കേണ്ടത്, ഇത് വലതേ ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ എന്ന് പറയുന്നത്. ഹൃദയത്തെ തകരാറാക്കുന്ന, ഹൃദയവാൽവുകളെ തകരാറിലാക്കുന്ന ഒരു രോഗമാണ് അത് റൂമാറ്റിക് ഫീവർ. എന്താണ് റൂമാറ്റിക് ഫീവർ? അപ്പോൾ എന്തൊക്കെ പഠിച്ചത് നമ്മൾ പറഞ്ഞു, ഒന്ന് ഓടിച്ചു നോക്കാം. ഹൃദയത്തെയും ഹൃദയ രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കാർഡിയോളജി. പറഞ്ഞു ഒരു വ്യക്തിയുടെ കൈമുഷ്ടിയുടെ വലിപ്പമാണ് ഹൃദയത്തിന്റെ ഏകദേശ വലിപ്പം എന്ന് പറഞ്ഞു. ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുകയാണ് ഹൃദയത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞു. മനുഷ്യ ശരീരത്തിന് 4 അറകളുണ്ട് പറഞ്ഞു. മുതലയ്ക്ക് 4 അറകളുണ്ട്, പക്ഷികൾക്ക് 4 അറകളുണ്ട്, അതുപോലെ സസ്യങ്ങൾക്ക് സാധാരണ 4 അറകളുണ്ട്. അതേസമയം ഉരകങ്ങൾ, ഉഭയജീവികൾ, പല്ലി എന്നിവയ്ക്ക് 3 അറകളാണ് ഉള്ളത് പറഞ്ഞു. മത്സ്യത്തിന് 2 അറകളാണ് ഉള്ളത് പറഞ്ഞു. ഇനി മനുഷ്യ ശരീരത്തിന് 4 അറകളുണ്ട് പറഞ്ഞു. 2 ഏറ്റവും മുകളിൽ കാണുന്ന അറകളാണ്, 2 ഏറ്റവും താഴെ കാണുന്ന അറകളെയാണ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഹൃദയത്തിന്റെ കട്ടുകൂടിയ അറ അടുത്ത ഭാഗത്തെ വെൻട്രിക്കിളാണ്. അതുപോലെ ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 200 തവണയാണ്. അതേസമയം പൂർണ്ണ ആരോഗ്യവാനായ വ്യക്തിയുടെ ഹൃദയമിടിപ്പ് 72ആണ്. ഗർഭസ്ഥ ഭ്രൂണം 28 വയസ്സാകുമ്പോൾ തന്നെ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും പറഞ്ഞു. മിഡിലോ ഒബ്ലോങ്കേറ്റയാണ് മസ്തിഷ്കത്തിന്റെ ഹൃദയമിടിപ്പല്ല ഹൃദയത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു. ഹൃദയത്തിലെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് എസ് ഐ നോഡാണ് പറഞ്ഞു. എസ് ഐ നോഡ് എന്നാണ് ആവേഗം സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു. എസ് ഐ നോഡ് എന്നുള്ള ആവേഗം ആകുന്ന സമയത്താണ് ഏറ്റവും കോൺട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സങ്കോചിക്കുന്നതെന്ന് പറഞ്ഞു. ഹൃദയത്തിന്റെ ഇടത്തെ അറകളിലാണ് ശുദ്ധരക്തമുള്ളത് പറഞ്ഞു. വലത്തെ അറകളിലാണ് അശുദ്ധ രക്തമുള്ളത് പറഞ്ഞു. അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള രക്തത്തെയാണ് അശുദ്ധ രക്തം എന്ന് പറയുന്നത്. അതേസമയം ഓക്സിജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള രക്തത്തിനാണ് ശുദ്ധരക്തം എന്ന് പറയുന്നത്. അതുപോലെ ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ അഥവാ ആർട്ടറികൾ എന്ന് പറയുന്നത്. അതേസമയം അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ് സിരകൾ അല്ലെങ്കിൽ വെയിനുകൾ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി അഥവാ അയോട്ടയാണ്. അതുപോലെ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി എന്ന് പറയുന്നത് മഹാധമനിയാണ്. കാരണം ഇടത്തെ വെൻട്രിക്കിളിൽ നിന്നും നേരെ രക്തം പമ്പ് ചെയ്യുന്ന കുഴലാണ് മഹാധമനി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിരയാണ് അധോമഹാസിര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫീരിയർ വീന കേവ എന്ന് പറയുന്നത്. ഇൻഫീരിയർ വീന കാവയാണ് നമ്മുടെ വലത്തെ ഏറ്റുരത്തിലേക്ക് രക്തം എത്തിക്കുന്നത്. ഇൻഫീരിയർ വീനക്കാവ്യം സുപ്പീരിയർ വീനക്കാവ്യം വഴിയാണ് ശരീരത്തിന്റെ വലത്തെ ഏറ്റുരത്തിൽ, ഹൃദയത്തിന്റെ വലത്തെ ഏറ്റുരത്തിലേക്ക് രക്തം എത്തിക്കുന്നത് ഞാൻ പറഞ്ഞു. പിന്നെ ഹൃദയത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരൊറ്റ സ്ഥലമാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. പെരികാർഡിയത്തിലുള്ള ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, ഹൃദയം വികസിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിലുള്ള ഘർഷണം ഇല്ലാതാക്കുക എന്നിവയാണ്. ഹൃദയത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ആവരണങ്ങളാണ് പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം എന്ന് പറയുന്നത്. വൈദ്യുത സ്പന്ദനങ്ങൾക്കനുസരിച്ച് ഹൃദയത്തെ ഒരു താളത്തിൽ സ്പന്ദിക്കാൻ സഹായിക്കുന്ന പേശികളാണ് മയോകാർഡിയം പേശികൾ എന്ന് പറഞ്ഞു. ഹൃദയത്തിന്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞു. ഹൃദയത്തിന്റെ പ്രവർത്തനം ഒന്നുകൂടി പറഞ്ഞുതരാം. അങ്ങനെയുള്ള 4 അറയിൽ രക്തം ആദ്യം വലത്തെ ഏറ്റുരത്തിലെത്തുന്നു. വലത്തെ ഏറ്റുരത്തിൽ നേരെ ട്രൈക്കാസ്പിഡ് വാൽവ് വഴി വലത്തെ വെൻട്രിക്കിളിലേക്ക് പോകുന്നു. വലത്തെ വെൻട്രിക്കിളിൽ നേരെ ഒരു അർദ്ധ ചന്ദ്രകാര വാൽവ് വഴി നേരെ പൾമനറി ധമനി വഴി നേരെ ശ്വാസകോശത്തിലെത്തി. ശ്വാസകോശത്തിൽ നിന്ന് ശുദ്ധരക്തത്തിൽ നേരെ ഇടത് പൾമനറി സിര വഴി നേരെ ഇടത് ഏറ്റുരത്തിലെത്തി. ഇടത് ഏറ്റുരത്തിൽ നേരെ ബൈക്കാസ്പിഡ് വാൽവ് വഴി ഇടത്തെ വെൻട്രിക്കിളിൽ എത്തുന്നു. ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് നേരെ അർദ്ധചന്ദ്രകാര വാൽവ് വഴി നേരെ മഹാധമനിയിലോട്ട് പോകുന്നു. അങ്ങനെയാണ് വരിക. ഇവിടെ എസ് ഐ നോഡിന്റെ AVN നോഡിന്റെ എസ് ഐ നോഡ് സ്പന്ദിക്കുന്ന സമയത്താണ് ഏറ്റവും ചുരുങ്ങുന്നത് പറഞ്ഞു. AVN നോഡിലെത്തുമ്പോൾ വെൻട്രിക്കിൾ ചുരുങ്ങുന്നു പറഞ്ഞിരുന്നു. അവിടെയുള്ള തന്തുക്കളാണ് എന്തൊക്കെ? ഏട്രിയോ വെൻട്രിക്കുലർ നോഡ്. ഏട്രിയോ വെൻട്രിക്കുലർ നോഡിന്റെ ഒരുപാട് ബണ്ടിലാണ് ഏട്രിയോ വെൻട്രിക്കുലർ ബണ്ടിൽ എന്ന് പറയുന്നത്. പിന്നെ പാർക്കിംഗ് ചെയ്ത തന്തുക്കൾ എന്ന് പറഞ്ഞാൽ ഏട്രിയോ വെൻട്രിക്കുലർ നോഡിൽ നിന്നും പുറത്തു വരുന്ന ചെറിയ നാരുകളാണ് പാർക്കിംഗ് ചെയ്ത തന്തുക്കൾ എന്ന് പറയുന്നത്. പിന്നെ ബണ്ടിൽ ഓഫ് ഹീസ്, പാർക്കിംഗ് ചെയ്ത തന്തുക്കളും ഇടത് വലത് ബെൻഡുകളും ചേർന്ന ഭാഗത്ത് കൊടുക്കുന്നതാണ് ബാൻഡിൽ ഓഫ് ഹീസ് എന്ന് പറയുന്നത്. അടുത്തത് പൾമനറി പെരിയാനം എന്താന്ന് പറഞ്ഞാൽ പൾമനറി 2 തരം പെരിയാനങ്ങളുള്ളത്. പൾമനറി പെരിയാനം, സിസ്റ്റിക് പെരിയാനം. പൾമനറി പെരിയാനം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ വലത്ത് വെൻട്രിക്കിളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഹൃദയത്തിന്റെ ഇടത്തെ ഏറ്റുരത്തിലെത്തുന്ന ഒരു പെരിയാനമാണ് പൾമനറി പെരിയാനം എന്ന് പറയുന്നത്. അതേസമയം ഇടത്തെ വെൻട്രിക്കിളിൽ നിന്നും ആരംഭിച്ച് വലത്തെ ഏറ്റുരത്തിലേക്ക് എത്തുന്ന പ്രോസസ്സാണ് സിസ്റ്റമിക് പെരിയാനം എന്ന് പറയുന്നത്. മഹാധമനി വഴി രക്തം എല്ലാവരിലേക്കും വ്യാപിച്ച് പിന്നെ തിരിച്ച് എത്തുന്ന വലത്തെ ഏറ്റുരത്തിലെത്തുന്ന പെരിയാനമാണ്
സിസ്റ്റിക് പരിഗണന എന്ന് പറയുന്നത് ശുദ്ധരക്തം വഹിക്കുന്ന ഏക ശരിയാണ് ശ്വാസകോശ സ്ഥിരാവരണോ അല്ലെങ്കിൽ പൾമനറി വീൻ എന്ന് പറഞ്ഞു. അതുപോലെ അശുദ്ധരക്തം വഹിക്കുന്ന ഏക ധമനിയാണ് ശ്വാസകോശ ധമനി അല്ലെങ്കിൽ പൾമനറി ആർട്ടറി എന്ന് പറഞ്ഞു. വളരെ നേർത്ത സിരകളെയും ധമനികളെയും പറയുന്ന പേരാണ് ലോമികകൾ എന്ന് പറഞ്ഞു. പിന്നെ ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്നത് കൊറോണറി ധമനിയാണ് പറഞ്ഞു. ട്രൈക്കസ്പിഡ് വാൽവ് പറഞ്ഞു, ബൈക്കസ്പിഡ് വാൽവ് പറഞ്ഞു, മിട്രൽ വാൽവ് എന്ന് പറഞ്ഞാൽ ബൈക്കസ്പിഡ് വാൽവിന് പറയുന്ന പേരാണ് മിട്രൽ വാൽവ്. അർദ്ധചന്ദ്രികാര വാൽവ് പറഞ്ഞു. പൾമനറി വാൽവാണ് വരുന്നത്. പൾമനറി വാൽവ് പറഞ്ഞാൽ എന്ത് ഞാൻ പറഞ്ഞിരുന്നു, എന്തായിരുന്നു പൾമനറി വാൽവ്? വാളത്തെ വെൻട്രിക്കിളിനും പൾമനറി ധമനിയിലേക്ക് ഇടയിലുള്ള പൾമനറി ധമനി അല്ലെങ്കിൽ പൾമനറി ആർട്ടറിക്കുള്ള ഇടയിലുള്ള വാൽവിനെയാണ് പൾമനറി വാൽവ് എന്ന് പറയുന്നത്. പിന്നെ അയോട്ടിക് വാൽവ് എന്ന് പറയുന്നത് ഇടത്ത് വെൻട്രിക്കിളിനും അയോട്ടയുടെയും ഇടയിലുള്ള വാൽവാണ്. അർദ്ധചന്ദ്രകാര വാൽവിനെയാണ് ഇത് പറയുന്നത് അയോട്ടിക് വാൽവ് എന്ന് പറയുന്നത്. പിന്നെ രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് സ്ഫിഗ്മോ മാനോമീറ്റർ പറഞ്ഞു. ജൂലിയസ് ഹാരിസനാണ് ഇത് കണ്ടുപിടിച്ചത്. ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഉപജ്ഞാതാവ് വാൾട്ടർ ലില്ലിയർ ഹൈയാണ്. അതിരോസ്ക്ലീറോസിസ് എന്ന് ഞാൻ പറഞ്ഞു. രക്തധമനികളിൽ കൊളസ്ട്രോൾ വന്നടിയുന്ന അവസ്ഥയാണ് അതിരോസ്ക്ലീറോസിസ്. അതുമൂലം രക്തപ്രവാഹത്തിനുണ്ടാകുന്ന വേഗത കുറവിനെയാണ് അതിരോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. ത്രോംബോസിസ് എന്ന് പറയുന്ന രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ്, ധമനികളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഹൃദയ ധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നവീന പരിശോധന രീതിയാണ് ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞു. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഹൃദയധമനികളിലെ തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു. ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ രക്തം കട്ടപിടിക്കുന്ന രക്തകട്ട കൊറോണറി ധമനിയിലെത്തിയാൽ സംഭവിക്കുന്നതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് നമ്മൾ എന്താ പറയുക, ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത് ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. പിന്നെ റനേ ലെനക്കാണ് ഹൃദയം എടുപ്പ് പരിശോധിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം 120/80 പറഞ്ഞു. അതുപോലെ ഞാൻ പറഞ്ഞു സിസ്റ്റോൾ ഡയസ്റ്റോൾ പ്രഷർ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും സങ്കോചിക്കുന്ന അവസ്ഥയാണ് ഏട്രിയൽ സങ്കോചം അഥവാ ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത്. അതുപോലെ വെൻട്രിക്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെൻട്രിക്കിളുകൾ കംപ്രസ് ചെയ്യുന്ന അവസ്ഥയാണ് വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയുന്നത്. പിന്നെ സ്പന്ദന വ്യാപ്തം എന്താണെന്ന് പറയുന്നത്. സ്പന്ദന വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഓരോ ഹൃദയ പരിവർത്തനയിലും വെൻട്രിക്കിളിൽ നിന്ന് ധമനിയിലെത്തുന്ന രക്തമാണ് സ്പന്ദന വ്യാപ്തം എന്ന് പറയുന്നത്. ഇത് ഏകദേശം 70 മില്ലി രക്തമാണ്. അതുപോലെ ഈ ഹൈ പ്രഷർ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് വെൻട്രിക്കിൾ സങ്കോചിക്കുന്ന സമയത്ത് ധമനികളിൽ രക്തം എത്തുന്നു. ഈ അധിക രക്തം ധമനികളിൽ ഉണ്ടാക്കുന്ന പ്രഷറിനെയാണ് എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഇത് 120 ആണ് സാധാരണ. അതേപോലെ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ ധമനിയിൽ നിന്നുള്ള രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തും. ഹൃദയത്തിന് ധമനികളിലെ രക്തസമ്മർദ്ദം കമ്മിയാവും. ഈ ഒരു പ്രഷറിനാണ് ഡയസ്റ്റോളിക് പ്രഷർ പറയുന്നത്. പിന്നെയാണ് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടിയിട്ടുള്ള അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കമ്മിയായിട്ടുള്ള അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഉപ്പ് രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായ ഭക്ഷണഘടകമാണ് ഉപ്പ് എന്ന് പറയുന്നത്. രക്തധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിന്റെ തകരാറുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ഒരു ECG. ആ ഒരു ECGയിൽ എങ്ങനെ ഹൃദയത്തിന്റെ ഗ്രാഫ് വരച്ചു തരും. ഇതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഇത് കണ്ടുപിടിച്ചത് വില്യം എന്തോനാണ്. അതേസമയം അൾട്രാസോണിക് ഉപയോഗിച്ച് ഹൃദയത്തിന്റെ തകരാറുകൾ മനസ്സിലാക്കുന്നതാണ് എക്കോ കാർഡിയോഗ്രാഫ്. പേസ് മേക്കർ എന്തിനാണെന്ന് പറഞ്ഞു. പേസ് മേക്കർ ഹൃദയത്തിന്റെ സ്പന്ദനം തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. ടാക്കി കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹൃദയമിടിപ്പ് 1 മിനിറ്റ് ശരാശരി 100 കൂടുതൽ ആവുന്ന അവസ്ഥയാണ് ടാക്കി കാർഡിയോ എന്ന് പറയുന്നത്. അതേസമയം ബ്രാഡി കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ 60 താഴെ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ബ്രാഡി കാർഡിയോ എന്ന് പറയുന്നത്. അതേസമയം ഡെക്സ്ട്രോ കാർഡിയോ എന്ന് പറഞ്ഞാൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന ഹൃദയം വലതുഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോ കാർഡിയോ എന്ന് പറയുന്നത്. റൂമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞാൽ ഹൃദയവാൽവിനെ ധാരാളമാക്കുന്ന ഒരു രോഗമാണ് റൂമാറ്റിക് ഫീവർ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇലക്ട്രോ കാർഡിയോഗ്രാഫി പറയാൻ വന്നിരുന്നു. ഇലക്ട്രോ കാർഡിയോഗ്രാഫി പറഞ്ഞിട്ടില്ല, അതും കൂടി പറഞ്ഞ് നിർത്തിയേക്കാം. ഇലക്ട്രോ കാർഡിയോഗ്രാഫി നമുക്ക് കണ്ടിട്ടുണ്ടാവും സാധാരണ ഒരു P നോഡ്, പിന്നെ QRS, പിന്നെ ഒരു T. ഇങ്ങനെയാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫി വരിക. ഇങ്ങനെയാണ് PQRST. ഇങ്ങനെ ഒരു വേവാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫിൽ വരിക. P തരംഗം. ഇതിലെ P എന്ന് പറയുന്നത് ഏട്രിയത്തിലെ വൈദ്യുത ഉത്തേജനങ്ങൾ അല്ലെങ്കിൽ വൈദ്യുത ചാർജുകളുടെ ഡീപോളറൈസേഷനെ സൂചിപ്പിക്കുന്നതാണ് P തരംഗം. ഓക്കെ, ഈ ഏട്രിയത്തിന്റെ സങ്കോചത്തിലേക്ക് ഞാൻ പറഞ്ഞു ഏട്രിയത്തിന്റെ സിസ്റ്റം നടക്കുന്ന സമയത്തുള്ള തരംഗമാണ് ഈ P തരംഗം എന്ന് പറയുന്നത്. P തരംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏട്രിയത്തിലെ വൈദ്യുത ഉത്തേജനങ്ങൾ അല്ലെങ്കിൽ വൈദ്യുത ചാർജുകളുടെ ഡീപോളറൈസേഷനെ സൂചിപ്പിക്കുന്നതാണ് P തരംഗം. ഇനി QRS എന്ന് പറഞ്ഞാൽ വെൻട്രിക്കിളിലെ വൈദ്യുത ചാർജുകളുടെ വിദ്രുവീകരണത്തെ സൂചിപ്പിക്കുന്നവയാണ് ഈ QRS എന്ന് പറയുന്നത്. ഇത് വെൻട്രിക്കിളുടെ സങ്കോചത്തിന്റെ തുടക്കത്തെ കുറിക്കുന്നവയാണ്
ഇത് ഈ നിശ്ചിത സമയപരിധിക്കുള്ളിലായിരിക്കും ഈ QRS കോംപ്ലക്സുകളുടെ എണ്ണം ഉണ്ടാവുക. ഇതിൻ്റെ നിരക്ക് നോക്കിയിട്ടാണ് ഹൃദയസ്പന്ദന നിരക്ക് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും. അതുപോലെ ടി തരംഗം എന്ന് പറഞ്ഞാൽ വെൻട്രിക്കിൾ സങ്കോചിച്ചതിന് ശേഷം നേരെ പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്യുന്ന അവസ്ഥയിലെത്തും. ഇതാണ് ടി തരംഗം എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ സൂചിപ്പിച്ച് നോക്കിയിട്ട് നമുക്ക് ഹൃദയത്തിന് തകരാറുണ്ടാകുന്ന നോക്കാം. അപ്പോൾ പി തരംഗം എന്ന് പറഞ്ഞാൽ ഏട്രിയത്തിൻ്റെ സങ്കോച സമയത്തുണ്ടാകുന്ന ഏട്രിയത്തിലുണ്ടാകുന്ന വൈദ്യുത ഉത്തേജനമാണ് പി തരംഗം എന്ന് പറയുന്നത്. QRS എന്ന് പറയുന്നത് വെൻട്രിക്കിളുടെ സങ്കോച സമയത്ത് ഉണ്ടാകുന്ന വൈദ്യുത സ്പന്ദന തുടക്കമാണ് ഈ QRS എന്ന് പറയുന്നത്. ടി എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുളുകൾ തിരിച്ച് റിലാക്സ് ആയിട്ടുള്ള സമയമാണ് ടി ഗ്രാഫ് എന്ന് പറയുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.